അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ മംഗലാപുരം ഭാഗത്ത് അജില മുഗറു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുഴക്കരയിലാണ് ഒരു പള്ളിയുള്ളത്. ആ പള്ളി സ്ഥിതി ചെയ്യുന്ന അവസ്ഥ നിങ്ങൾ ആദ്യം കാണുക. വളരെ വൃത്തിയോടെ അവർ ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല രസകരമായിട്ടാണ് അതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ പുഴയുടെ സൈഡിലായിട്ടുള്ള പള്ളിയാണ്, മനസ്സിലായില്ലേ? അതുപോലെ തൊട്ടടുത്താണ് മക്ബറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബാബ ഫക്രുദ്ദീൻ എന്ന് പറയുന്ന മഹാൻ്റെ ശിഷ്യൻ്റെ മക്ബറയാണിത്. ഒരുപാട് ഈ കറാമത്തുകളും ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിച്ച ഒരു മഹാനാണ്. അതുപോലെ ഈ മക്ബറിൻ്റെ വേറൊരു പ്രത്യേകത, വേറൊരു അത്ഭുതം കൂടിയുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ആ കാണുന്നത് ഒരു മരമാണ്. അത് ആ മീസാൻ കല്ലിന് പകരം ഒരു മരമാണ്. അതിന് ഒരു അത്ഭുത സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം നിങ്ങൾ പോയി കഴിഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ കറാമത്തതിനെ കുറിച്ച് കണ്ടല്ലോ സഹോദരന്മാരെ, ഇത് പുരാതന പള്ളിയാണ്. അവിടെ ഒരു മഖ്ബറയും കൂടിയുള്ളതാണ്, നിങ്ങൾ കണ്ടു. അവിടെ ഇപ്പോൾ മഴ കാരണമുണ്ടായ അവസ്ഥയിൽ അത് ഏത് രീതിയിലാണ് അവിടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് അതുപോലും കാണുക. ഇപ്പോൾ നമുക്ക് ഈ അവസ്ഥ കാണുമ്പോൾ എന്താണ് പറയാനുള്ളത്? അവിടെ ആ പള്ളിയും പള്ളിയുടെ പരിസരത്തും ചുറ്റുവട്ടത്തും ഒരുപാട് മുസ്ലിം വീടുകളാണ് കൂടുതലുള്ളത്. 10-20% മാത്രമാണ് അവിടെ ബാക്കിയുള്ളവരുള്ളത്. ആരാണെങ്കിലും മനുഷ്യരാണ്. ആർക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ അതിൽ ദുഃഖിക്കല്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെ ഒരു വിധിയും അവിടെ ഒരു വിധിവിധാനങ്ങളും കാണുന്നില്ല. അള്ളാഹുവാണ് നമ്മളെ പടച്ചതും, അള്ളാഹുവാണ് ഏതെങ്കിലും ഒരു കാരണത്താൽ നമ്മളെ ശിക്ഷിക്കുന്നതും. അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താനും അള്ളാഹു തന്നെയാണ് നമുക്ക് വരേണ്ടത്. ആരെ കൊണ്ടും ഈ സമയത്ത് ആരെ കൊണ്ടും സാധ്യമില്ലാത്ത കാര്യമാണ്. ആരെ കൊണ്ടും സാധ്യമല്ലാത്ത കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. ഒരു തീ പിടിക്കലാണെങ്കിലോ, തീ പിടിച്ച് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുമെങ്കിൽ, പകലാണെങ്കിലോ ജനങ്ങൾക്ക് അറിയുന്ന സമയമാണെങ്കിൽ അതിനെ ആ തീ പൊളിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അത് അള്ളാഹുവിന്റെ സഹായത്തോടു കൂടെ മനുഷ്യരെ കൊണ്ടും കഴിയുന്നതാണ്. ജനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇത് അതല്ല. ഇത് ആരെ കൊണ്ടും, ഒരു മനുഷ്യനെ കൊണ്ടോ, ഒരു ഔലിയെ കൊണ്ടോ, ഒരു ആലിമിനെ കൊണ്ടോ, ഒരു പണ്ഡിതനെ കൊണ്ടോ, ഒരു സയന്റിസ്റ്റിനെ കൊണ്ടോ, ആരെ കൊണ്ടും ഇതിനെ തടയാൻ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്, അസാധ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുക. നമുക്ക് ഇവിടെ ഈ ജീവിതം, ഈ ദുനിയാവിയായ ജീവിതം ശാശ്വതമല്ല. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നതാണ്. ഏത് വിധത്തിലാണെന്ന്, ഏത് രീതിയിലാണെന്ന് അത് അള്ളാഹുവാണ് നിശ്ചയിക്കുന്നത്, നമ്മളല്ല. നമ്മളെ മരിച്ചവരെ ഹയാത്താക്കുന്നു എന്നോ, മരണപ്പെട്ടവരെ ഹയാത്താക്കുന്നു എന്നോ, ഒരുപാട് മാരക രോഗങ്ങൾ ശിഫയാകുന്നു എന്നോ, ഇതെല്ലാം കറാമത്തുകൾ പോലും പറഞ്ഞു നടക്കാറുള്ള ജനങ്ങളുണ്ട്. അത് ഏത് കറാമത്താണെങ്കിലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒന്നും കഴിയുകയില്ല. ഇവിടെ ഇപ്പോൾ കറാമത്ത് കാണിക്കാൻ കഴിയുന്നെങ്കിൽ ഇപ്പോഴാണ് കാണിക്കുന്നത്. ഇതുപോലെയുള്ള നമ്മുടെ വയനാടിലും ഒരുപാട് ദുരിതങ്ങൾ നടന്നു. രാത്രി ഒരു നാട് തന്നെ ഇല്ലാണ്ടായി, ഒരുപാട് ജനങ്ങൾ നഷ്ടപ്പെട്ടു.
അവിടുത്തെ ഏത് രീതിയിലാണ് ഉണ്ടായിരുന്നത് അവിടുത്തെ ഒരു സീന് നിങ്ങൾ കാണുക സഹോദരന്മാരെ. കണ്ണ, ബിജു, ഷൈനി, സിമി എല്ലാവരും സുഖല്ലേ? ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് ഗൂഗിൾ എർത്തിലാണ്. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. കേട്ടോ, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയി. ഇവിടെ കണ്ടോ, ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത്. ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള്, ആ മരം, ഇതൊക്കെ. ഇതിൽ ഈ ക്രോസായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു. ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം. ആ പാലം, ഈ കാണുന്ന അമ്പലം, ഇതെല്ലാം പോയി. ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതുണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ, ഇതിലേ വന്ന് ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇത് കണ്ടോ, ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ, താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ. ഇതിലേ പോയി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ, ഇതുണ്ടോ, ഇത്രയും കിലോമീറ്റർ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്. എത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത്. ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ. അതാണ് ഇവിടെ പറയാനുള്ളത്. രാത്രി അവിടുത്തെ ആ ഒരു വെള്ളപ്പൊക്കവും അതുപോലെ ഭൂമി കുലുക്കവും ഭൂമിയുടേതായിരിക്കുന്ന വെള്ളം വന്നതും എല്ലാം ഈ വെള്ളത്തിന് തടയാൻ അള്ളാഹുവിനല്ലാതെ ആരെ കൊണ്ടും സാധ്യമല്ല. മഴ കുറക്കാനും മഴയെ തടയാനും ജനങ്ങൾക്ക് ആപത്ത് വരാത്ത രീതിയിൽ അതിനെ ചെയ്യാനും അള്ളാഹുവിനല്ലാതെ ആരെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് മഴ കൊണ്ടുവരുന്നതോ വേറെ വല്ല കാരണം കൊണ്ട് വരുന്നതായിരിക്കുന്ന ആഫത്തുകൾക്ക് നമ്മൾക്ക് ദുആ ഉള്ളതാണ്. ഞാൻ അതിനെ അവസാനം നിങ്ങൾക്ക് ഒരു ദുആ കേൾപ്പിക്കാം. മഴ കൊണ്ടുവരുന്ന ആപത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശക്തമായി സാധാരണയിൽ കവിഞ്ഞുള്ള മഴ പെയ്യാൻ തുടങ്ങിയാലോ നമ്മൾ പ്രാർത്ഥിക്കണം. മഴ നിൽക്കാൻ വേണ്ടിയല്ല, അല്ലാഹുവേ ഇത് ഞങ്ങൾക്ക് എതിരാവരുത്, ഇത് ഞങ്ങൾക്കൊരു തടസ്സമാകരുത്. അല്ലാഹുവേ ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കേണമേ. വല അലൈനാ, ഇത് ഞങ്ങളുടെ മേലൊരു ശിക്ഷയാക്കി നീ മാറ്റരുത്, ഞങ്ങൾക്കൊരു പ്രയാസാക്കി ഇതിനെ മാറ്റരുത്, ഞങ്ങൾക്ക് ഗുണകരമാക്കി തരണം. അല്ലാഹുമ്മ അലൽ ആകാമി വൽറാബി വബുതൂനിൽ ഔദിയതി വമനാബിതിശ് ശജരി. അല്ലാഹുമ്മ, അല്ലാഹുവേ, അലൽ ആകാം, ഈ മഴയെ നീ ആക്കിത്തരണമേ, ആക്കാമുകളിലാക്കണമേ. ആക്കാം എന്ന് പറഞ്ഞ മേച്ചിൽ സ്ഥലങ്ങളിൽ, വൽറാബി നല്ല മലയുടെ മുകളിൽ, വബുതൂനിൽ ഔദിയ താഴ്വരകളിൽ, വമനാബിത ശജരി മരത്തിന്റെ വേരുകളിലൊക്കെ ആക്കി ഇതിനെ ഉപകരിക്കുന്നതാക്കി തരണമേ. ഈ നിലക്ക് നമ്മൾ അപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് എതിരായത് മാറരുതേ എന്നാണ്.